നമസ്കാരം, എൻ്റെ പേര് ശ്രുതി ബൈജു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലി 1-ാം ഭാഗത്തിലെ ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ എന്ന യൂണിറ്റിന്റെ പ്രവേശകമാണ്. നമുക്ക് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളെ പരിചയപ്പെടാം. ഒന്നാമത്തെ പാഠഭാഗം സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഖദീജ മുംതാസിന്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവലിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഐഷ എന്ന കഥാപാത്രത്തിലൂടെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിന അനുഭവത്തെ വിവരിക്കുകയാണ് പാഠഭാഗത്തിൽ എഴുത്തുകൾ. രണ്ടാമത്തെ പാഠഭാഗം അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം. PK ഗോപാലകൃഷ്ണൻ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന ജീവചരിത്രക്കുറിപ്പിലെ ഒരു ഭാഗമാണ് അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പാഠഭാഗം ലക്ഷ്യം വയ്ക്കുന്നത്. മൂന്നാമത്തെ പാഠഭാഗം കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. അത് രേണുകുമാർ എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ പൊതിയൻ എന്ന് പറയുന്ന കൃതിയിൽ നിന്നുള്ള ഒരു ചെറിയ കവിതയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. പൊയ്കയിൽ അപ്പച്ചന്റെ എൻ്റെ വംശത്തെ പറ്റി എന്ന ആ ഒരു കവിതയോട് രാഷ്ട്രീയമായി സംവദിക്കുകയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിലൂടെ രേണുകുമാർ ചെയ്യുന്നത്. ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ. ഇതിലൂടെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ സന്ദേശത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാഷ്ട്രപിതാവ്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി അത്യധികം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതവും ജീവചരിത്രവും ഒക്കെ നമുക്കെല്ലാം തന്നെ സന്ദേശമാണ്. 1869 ഒക്ടോബർ 2-നാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായി പരിശീലനം ചെയ്തിട്ടുണ്ട്. സത്യാഗ്രഹം സമരായുധമാക്കിയ വ്യക്തി. 1948 ജനുവരി 30-നാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ. ഈ പാഠഭാഗത്തിൻ്റെ പ്രവേശികയിൽ നമുക്ക് ഗാന്ധിജി ചർക്കയിൽ നൂൽക്കുന്ന ഒരു ചിത്രം കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ പിന്നിലായി അനവധി ജനങ്ങൾ അണിനിരന്നിരിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. സാഹിത്യമഞ്ജരി 7-ാം ഭാഗത്തിലെ 4 വരി നൽകിയിട്ടുണ്ട്. സാഹിത്യമഞ്ജരിയിലെ ഖാദി വസനങ്ങൾ കൈക്കൊള്ളിനേവരും എന്ന കവിതയിലെ 4 വരിയാണ് തന്നിട്ടുള്ളത്. വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് നമ്മൾക്ക് അറിയാം. അദ്ദേഹം മലയാള സാഹിത്യത്തിലെ തന്നെ ശ്രദ്ധേയനായ കവിയും കേരള വാൽമീകി എന്നറിയപ്പെടുന്ന കവിയുമാണ്. മഹാകവി എന്ന പദവി അദ്ദേഹത്തിന് ഉണ്ട്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനായ ഇദ്ദേഹം കേരള വാൽമീകി എന്നും അറിയപ്പെടുന്നുണ്ട്. കേരളീയനായ മഹാകവിയും വിവർത്തകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ. 1878-ലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാഹിത്യമഞ്ജരി എന്ന കൃതിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ധാരാളം കവിതകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ് സാഹിത്യമഞ്ജരി. ദേശസ്നേഹം, ദേശഭക്തി, ഭാഷ, നവോത്ഥാന നായകന്മാർ തുടങ്ങി നിരവധി പേരെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിരവധി വിഷയങ്ങളെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ് ഇത്. ഇതിൽ വിവിധ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള കവിതകൾ ഉൾച്ചേർന്നിരിക്കുന്നു. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി, എൻ്റെ ഗുരുനാഥൻ, മാതൃവന്ദനം, കിളിക്കൊഞ്ചൽ തുടങ്ങി നിരവധി കവിതകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിറ്റിൻ്റെ പ്രവേശികയിൽ നൽകിയിട്ടുള്ള 4 വരി സാഹിത്യമഞ്ജരി 7-ാം ഭാഗത്തിലെ ഖാദി വസനങ്ങൾ കൈക്കൊള്ളിനേവരും എന്ന വള്ളത്തോൾ കവിതയിലെ 4 വരി അത് നമുക്കൊന്ന് നോക്കാം. വാസരാന്തത്തിൻ കതിർകളിൽ നിന്നല്ലി ഭാസുരമാകും ഉഷസ്സിൻ്റെ ഉത്ഭവം. സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നം വരികളിലും ചിത്രങ്ങളിലും പ്രതിഫലിക്കുന്നത് എങ്ങനെ? വരികൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഭൂതകാലത്തിൻ പ്രഭാവതന്തുക്കളാൽ ഭൂതിമത്തായൊരു ഭാവിയെ നേകണം. വാസരാന്തത്തിൻ കതിർകളിൽ നിന്നല്ലി ഭാസുരമാകും ഉഷസ്സിൻ്റെ ഉത്ഭവം. ഭൂതകാലത്തിൻ്റെ പ്രഭാവം ഭാവിയിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഭാവിയിൽ ഉണ്ടാകണം എന്നുകൂടിയാണ് കവി പറഞ്ഞു വയ്ക്കുന്നത്. വാസരാന്ത്യം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ രാത്രിയിൽ നിന്നും നിഗൂഢമായ ഇരുട്ടിൽ നിന്നുമാണ് തെളിമയുള്ള വെളിച്ചം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും ഒക്കെ നേരിട്ടുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ ചരിത്രം അറിഞ്ഞിരിക്കുന്ന ഭാവി അല്ലെങ്കിൽ ഭൂതകാലത്തിൻ്റെ കാര്യങ്ങൾ, ഭൂതകാലത്തിലെ ചരിത്രങ്ങളും കാര്യങ്ങളുമെല്ലാം ഉൾക്കൊണ്ട് വളർന്നു വരുന്ന ഒരു ഭാവി. ആ ഭാവി എന്ത് ചെയ്യും? നല്ല ഭാവി അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ഒരു ഭാവിയായി. പ്രധാന പദങ്ങളുടെ അർത്ഥം കൂടി നമുക്ക് പരിചയപ്പെടാം. ഭൂതകാലം, കഴിഞ്ഞ കാലം. പ്രഭാവം, സ്വാധീനം. തന്തു, ബന്ധത്തിൻ്റെ സൂക്ഷ്മഘടകം.
ഫൂതിമത്തായ മഹത്വമുള്ള അല്ലെങ്കിൽ ഉജ്ജ്വലമായ, ഭാവി വരും കാലം, വാസരാന്തം ദിവസത്തിൻ്റെ അന്ത്യം, കതിരുകൾ സൂര്യകിരണം, ഭാസുരം പ്രകാശപൂരിതം, ഉഷസ് പ്രഭാതം, ഉദ്ഭവം എന്ന് വെച്ചാൽ തുടക്കം അഥവാ ആരംഭം. ഗാന്ധിജിയുടെ ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ചിത്രത്തിനു പിന്നിലായി അനവധി ജനങ്ങൾ അണിനിരന്നിരിക്കുന്നു. അതിൻ്റെ താഴെയായി നൽകിയിരിക്കുന്ന 4 വരിയാണ്: ഭൂതകാലത്തിൻ പ്രഭാവതന്തുക്കളാൽ ഭൂതിമത്തായൊരു ഭാവിയെ നെയ്കണം, വാരാന്ത്യത്തിൻ കതിർകളിൽ നിന്നല്ലി ഭാസുരമാകും ഉഷസ്സിൻ്റെ ഉത്ഭവം. ഈ വരികളിൽ തെളിയുന്നത് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഭൂതകാലത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ നിന്നുമാണ് ഭാവിയുടെ ആ ഒരു ഊർജം, ഭാവിയിലേക്കുള്ള ഊർജം ലഭിക്കുന്നതാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. വള്ളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യമഞ്ജരി 7ാം ഭാഗത്തിലെ ഖാദിവസനങ്ങൾ കൈക്കൊൾവിനേവരും എന്ന കവിതയിലെ വരികളും ഒരു ചിത്രവുമാണ് പ്രവേശികയെ നൽകിയിരിക്കുന്നത്. ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ഗാന്ധിജിയും അതിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ജനസമൂഹവുമാണ് ചിത്രത്തിലുള്ളത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഗാന്ധിജി നടത്തിയ സമരമുറകളിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു സ്വദേശി പ്രസ്ഥാനം. ചർക്കയിൽ നൂൽനൂറ്റ് സ്വന്തമായി വസ്ത്രങ്ങൾ നെയ്തെടുത്തുകൊണ്ടാണ് ഗാന്ധിജി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പ്രതികരിച്ചത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിനും രാജ്യത്തിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു ബഹുജന മുന്നേറ്റമാണ് സ്വദേശി പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ഇന്ത്യൻ വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് വഴി ബ്രിട്ടീഷുകാരെ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്നത്. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യ സമരാവേശം നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് വള്ളത്തോളിൻ്റെ ഖാദിവസനങ്ങൾ കൈക്കൊൾവിനേവരും. ദിനാന്ത്യത്തിലെ സൂര്യരശ്മികളിൽ നിന്നാണ് തേജോമയമായ പ്രഭാതം പിറന്നു വീഴുന്നത്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ മഹത്തായ നിമിഷങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഐശ്വര്യപൂർണമായ ഒരു ഭാവിയെ നെയ്തെടുക്കാനാണ് കവി പറയുന്നത്. വള്ളത്തോളിൻ്റെ ദേശസ്നേഹ പ്രചോദിതമായ വരികളാണ് ഇവ. കഴിഞ്ഞകാല അനുഭവങ്ങളും അതിലൂടെ നാം പഠിച്ച പാഠങ്ങളും നമ്മുടെ അതിജീവനങ്ങളും വിജയങ്ങളും എല്ലാം മനോഹരമായ ഒരു ഭാവിയെ നെയ്തെടുക്കാനുള്ള രൂപപ്പെടുത്താനുള്ള നൂലുകളാണ്. ഭാരത സ്വാതന്ത്ര്യം എന്ന മഹത്തായ സ്വപ്നത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ സാധിച്ചത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവർ ഗാന്ധിജിയെ നേതാവും വിമോചകനുമായി കണ്ടു. അരക്ഷിതരായ ഒരു ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജി നെയ്തെടുത്തത് എന്ന് പരിചയപ്പെട്ടത് കേരള പാഠാവലി 2ാം ഭാഗത്തിലെ 4ാമത്തെ യൂണിറ്റായ ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ എന്ന യൂണിറ്റിൻ്റെ പ്രവേശികയാണ്. കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ഊർജ്ജസ്വലമായിട്ടുള്ള നിമിഷങ്ങളെ ഭാവി കാലത്തിലേക്ക് ഗുണമേന്മയുള്ള അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായ ഒരു ഭാവിയെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാമെന്ന് കൂടിയാണ് കവി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞു, ഗാന്ധിജിയുടെ സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞു, വള്ളത്തോൾ നാരായണ മേനോനെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ സാഹിത്യമഞ്ജരി എന്ന കൃതിയുടെ പ്രാധാന്യം, കൃതിയിലൂടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നീട് സാഹിത്യമഞ്ജരി 7ാം ഭാഗത്തിലെ ഖാദിവസനങ്ങൾ കൈക്കൊൾവിനേവരും എന്ന കവിതയെക്കുറിച്ച് പറഞ്ഞു. ആ കവിതയിലെ സ്വാതന്ത്ര്യ ആവിഷ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചിന്തകളെക്കുറിച്ച് പറഞ്ഞു. ശേഷം നമുക്ക് തുടർന്നുള്ള പാഠഭാഗങ്ങളിലേക്ക് പോകാം. 3 പാഠഭാഗങ്ങളാണ് ഇതിലുള്ളതെന്ന് പറഞ്ഞു. അതിലൊക്കെ എന്തൊക്കെയാണ് ഉൾച്ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ എന്ന പാഠഭാഗത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. എല്ലാവർക്കും നന്ദി.